നാല് യാത്രികരെ പ്രഖ്യാപിക്കാനുള്ള ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന 4 യുദ്ധവിമാന പൈലറ്റുമാർ ആരെല്ലാമാണ് എന്നുള്ളത് ഔദ്യോഗികമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് VSSCയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിനും അഭിമാനാർഹമായ ഒരു നിമിഷം. മലയാളിയായ പ്രശാന്ത് നായർ കൂടി കമാൻഡറായി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ 4 പേരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ഗഗൻയാൻ എന്ന ദൗത്യം തന്നെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. ലോക ബഹിരാകാശ ഗവേഷണ രംഗം തന്നെ ഉറ്റുനോക്കുന്നു. ഇന്ത്യ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഏത് തരത്തിലുള്ള ചവിട്ടുപടികൾക്കും മുകളിലേക്കാണ് എത്തുന്നത് എന്നുള്ളത്. അതായത് അടുത്ത വർഷം 2025 അവസാനത്തോടെ 1.5 വർഷത്തിനുള്ളിൽ മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനാകുമെന്നുള്ള ISROയുടെ വലിയ ഒരു സ്വപ്നം, അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. അത് വലിയൊരു നാഴികക്കല്ലായി മാറുന്ന ഒരു കാര്യമാണ്. ആ പദ്ധതിയാണ് ഗഗൻയാൻ വിഭാവനം ചെയ്യുന്നത്. ആദ്യം നേരിട്ട് മനുഷ്യരെ എത്തിക്കുന്നതിന് പകരം ആദ്യം തന്നെ റോബോട്ടിനെ ബഹിരാകാശത്ത് എത്തിക്കുക. അത് 2024 അവസാനം തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതിനുശേഷം പിന്നീട് 2 പരീക്ഷണ ദൗത്യങ്ങൾ കൂടി നടത്തും. അതിനുശേഷമാണ് മനുഷ്യരെ ഉൾപ്പെടുത്തുക. ഏതായാലും യാത്രയുടെ ഭാഗമായിട്ട് 4 വിമാന പൈലറ്റുമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു യാത്രികരായിട്ട്. അതിൽ 3 പേരാണ് ബഹിരാകാശ യാത്ര നടത്തുക. 3 വർഷം മുൻപ് തിരഞ്ഞെടുത്തതിന് ശേഷം അതീവ രഹസ്യമായി ISRO അവരുടെ പേര് വിവരങ്ങൾ സൂക്ഷിച്ചു. റഷ്യയിൽ പരിശീലനത്തിന് അയച്ചതിന് ശേഷം ബംഗളൂരുവിൽ ISROയുടെ സ്പേസ് സെന്ററിൽ തന്നെ വീണ്ടും കൂടുതൽ പരിശീലനം നേടിയതിനു ശേഷം കൂടിയാണ് അവരെത്തുന്നത്. ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ആ പേര് വിവരങ്ങൾ പ്രഖ്യാപിക്കാതെ കൊണ്ടു നടക്കുകയായിരുന്നു ISRO. അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമായിട്ടുള്ള ബഹിരാകാശ ഗവേഷണ രംഗവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പ്രഖ്യാപനത്തിലേക്ക് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടക്കുന്നത്. ഇതിനുശേഷമാണ് അദ്ദേഹം 12 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തുക. പത്തരയ്ക്കാണ് 11 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാന നഗരത്തിൽ എത്തിയിരിക്കുന്നത്. VSSCയിലെ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമായിട്ട്, അതിനുശേഷം രാഷ്ട്രീയപരമായി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുക. ഇത് രണ്ടിനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. രാഷ്ട്രീയപരമായി ഏറെ നിർണായകമായിട്ടുള്ള ഒരു സന്ദർശനം കൂടിയായി മാറുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സസ്പെൻസ് എലിമെന്റ് അതിനകത്തുണ്ടാകുമോ എന്നെല്ലാം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്ന സമയത്തു കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. അരമണിക്കൂറോളം അദ്ദേഹം എത്താൻ വൈകിയിരുന്നു. 10:30 വിമാനത്താവളത്തിലെത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അരമണിക്കൂറോളം വൈകിയാണ് എത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം VSSCയിലേക്ക് പോയത്. ഏതായാലും VSSCയിലെ ചടങ്ങ് പൂർണ്ണമായ ശേഷം അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലുള്ള പദയാത്ര സമാപനത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ VSSCയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നടക്കുന്നത് VSSCയിൽ ഗഗൻയാനിൽ പോകുന്ന ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായിട്ടുള്ള ഗഗൻയാനിൽ പോകുന്ന യാത്രികർ ആരൊക്കെയാണ് എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ VSSC സന്ദർശനത്തിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പം കേന്ദ്രമന്ത്രി V. മുരളീധരൻ എന്നിവരുമുണ്ട്. 4 യാത്രികരുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന മലയാളി സാന്നിധ്യം ഏത് തരത്തിലാണ് എന്നുള്ളതുകൂടി ഉറ്റുനോക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബഹിരാകാശ യാത്രികർക്കായുള്ള പരിശീലനം നേടിയിട്ടുള്ള ആ 4 പേരിൽ സുഖോയ് 30യുടെ പൈലറ്റായിട്ടുള്ള പ്രശാന്ത് നായർ ഉണ്ട്. അദ്ദേഹം തന്നെ ആയിരിക്കും ഈ യാത്രാ സംഘത്തിന്റെ കമാൻഡർ എന്നുമുള്ള വിവരങ്ങളെല്ലാം പുറത്തുവരുന്ന സാഹചര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ISRO സംബന്ധിച്ചിടത്തോളം അഭിമാന പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് തെരഞ്ഞെടുത്ത 4 പേരാണ്
പേരാണ് ഈ യുദ്ധവിമാന പൈലറ്റുമാർ. പക്ഷേ 3 വർഷം മുമ്പ് തന്നെ ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പേര് വിവരങ്ങൾ ഇസ്രോ ഇതുവരെ രഹസ്യമാക്കി സൂക്ഷിച്ചു പോകുകയായിരുന്നു. ഇതിൽ ഈ 4 പേരിൽ 3 പേരാണ് ഗഗൻയാൻ യാത്രയിലേക്ക് പങ്കെടുക്കാൻ ഇറങ്ങുക. 2025ഓടുകൂടി ബഹിരാകാശത്ത് മനുഷ്യരെ എത്തിക്കുന്ന പദ്ധതിയുടെ അത്രയും അഭിമാനപൂർവ്വമായ ഒരു പദ്ധതിയുടെ തുടക്കത്തിലേക്ക് കടക്കാനുള്ള പ്രഖ്യാപനത്തിലേക്ക് കൂടി പ്രധാനമന്ത്രി കടക്കുകയാണ്. VSSയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ സുപ്രധാനമായ പദ്ധതികളുടെ പ്രഖ്യാപനം. രാജ്യത്തെ ശാസ്ത്രജ്ഞർ വർഷങ്ങൾ നീണ്ട പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും പൂർത്തീകരിച്ച നമുക്ക് മാത്രം സ്വന്തമായ ചില പദ്ധതികളുടെ ഉദ്ഘാടനം. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കപ്പെടുന്നത്. ഒപ്പം നമ്മൾ കാത്തിരിക്കുന്ന ബഹിരാകാശ ദൗത്യം, ആ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായുള്ള ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ഇന്നത്തെ വേദിയിൽ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.